സിനിമാ കഥ പോലെയാണ് മീര ജാസ്മിന്റെ ജീവിതം എന്ന് പറയുന്നതിൽ തെറ്റില്ല. സിനിമ ആഗ്രഹിക്കാതെ മോഹിക്കാതെ സിനിമയിലെത്തി വർഷങ്ങൾ സിനിമയിൽ തുടർന്ന നായികയാണ് മീര ജാസ്മിൻ. നാഷണൽ അവാർഡുകൾ ഉൾപ്പെടെ വിവിധ സംസ്ഥാന സർക്കാരുകളുടെ അവാർഡുകളും വാങ്ങിയ മീര ജാസ്മിൻ കരിയറിൽ നേടിയത് അവാർഡുകളുടെ പെരുമഴക്കാലം തന്നെയാണ്. അഭിമുഖങ്ങളിൽ എല്ലാം മീരയുടെ സംസാരം വളരെ പക്വത നിറച്ചതായിരുന്നു. കരിയറിൽ ഒറ്റയ്ക്കാണ് മീര മുന്നോട്ട് പോയത്. സിനിമാ രംഗത്ത് പല നായികന്മാരും ശോഭിക്കാനായതിൽ മാതാപിതാക്കളുടെ വലിയ പിന്തുണയും ഒരു കാരണമാണ്. ഒരു കാലഘട്ടത്തിലെ നായികമാരുടെ കരിയറിലെ തീരുമാനങ്ങൾ എടുത്തിരുന്നത് മാതാപിതാക്കളാണ്. നടിയാസിന്റെ തെന്നിന്ത്യൻ സിനിമാ കരിയറിലുടനീളം പിതാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പല നടിമാർക്കൊപ്പവും സെറ്റിലൊപ്പം എത്തിയിരുന്നത് മാതാപിതാക്കളാണ്. എന്നാൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തയായിരുന്നു മീര ജാസ്മിൻ. അച്ഛന്റെയോ അമ്മയുടെയോ പിന്തുണയല്ല നടിയെ മുന്നോട്ട് നയിച്ചത്. ഇതേക്കുറിച്ച് ഒരിക്കൽ മീര പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. തന്റെ സ്വന്തമായ തീരുമാനങ്ങളാണ് എല്ലാം. ഞാൻ അങ്ങനെ ആശ്രയിക്കാറില്ല. എനിക്ക് സുഖമില്ലാത്തൊരു സഹോദരനുണ്ട്. വീട്ടിലെ മൂത്തയാളാണ്. ഞാനുമായി ഒരുപാട് പ്രായവ്യത്യാസമുണ്ട്. അദ്ദേഹം ഫിസിക്കലി ചലഞ്ചഡാണ്. എൻ്റെ പേരൻസിന് പ്രായമായി. എനിക്ക് എൻ്റെ പ്രഷറുകളൊന്നും എൻ്റെ വീട്ടുകാരെ അറിയിക്കാൻ താല്പര്യമില്ല. ചെറിയ വേദനയോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നും അറിയിക്കില്ല. അവരുടെ മുന്നിൽ ഞാൻ ചിരിച്ചേ നിൽക്കൂ. 2020 എന്ന സിനിമയുടെ സമയത്തൊക്കെ ഓരോരുത്തർ ഓരോന്ന് പ്രചരിപ്പിച്ച് നടന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. പ്രൊഫഷണൽ ആകുമ്പോൾ ഫീൽഡിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമല്ലോ. അന്ന് ഞാൻ അമ്മയോട് പറയുകയോ അവരെ വേദനിപ്പിക്കുകയോ ചെയ്യില്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കിനി അവരെ ശ്രദ്ധിക്കണം. അവർ എന്നെയല്ല ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ ബേബീസ് ഇപ്പോൾ അവരാണ്. കുറേ നാൾ മുമ്പ് എൻ്റെ അച്ഛനും അമ്മയും മൂത്ത ചേട്ടനും എന്നെ സംബന്ധിച്ച് ബേബീസ്. അവർക്ക് ഒരിക്കലും ഭാരം ഞാൻ കൊടുക്കില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ തീരുമാനിക്കും. ആ തീരുമാനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ഞാൻ തന്നെ അനുഭവിക്കുമെന്നും മീര ജാസ്മിൻ അന്ന് പറഞ്ഞിരുന്നു. 2010 ശേഷമാണ് മലയാള സിനിമാ രംഗത്ത് മീര ജാസ്മിൻ സജീവമല്ലാതായത്. പലപ്പോഴും വിവാദങ്ങളിൽ നടി അകപ്പെട്ടു. സംവിധായകൻ കമൽ മീര പ്രൊഫഷണൽ അല്ലെന്ന് ആരോപിച്ച് രംഗത്ത് വന്നു. എന്നാൽ നടി പ്രതികരിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിൽ മീര സിനിമാ ലോകത്തുനിന്ന് പൂർണ്ണമായി മാറി നിന്നു. ദുബൈയിലാണ് നടി താമസിക്കുന്നത്. മകൾ എന്ന സിനിമയിലൂടെയായിരുന്നു തിരിച്ചു വന്നത്. ക്യൂൻ എലിസബത്ത്, പാലും പഴവും എന്നിവയാണ് മീരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകൾ. തമിഴിൽ ടെസ്റ്റ് എന്ന സിനിമയും ചെയ്തു.